അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് FC24 മൊബൈലിൽ പോർച്ചുഗൽ വെച്ച് യൂറോ 2024 എടുക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജ്. നമുക്ക് ഫസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ എതിരെയാണ്. ഓക്കെ, നമുക്ക് ഇംഗ്ലണ്ട്, പിന്നെ ക്രൊയേഷ്യ, പിന്നെ സോണി അങ്ങനെ എന്തുള്ളതാണ്. വേറെ ഗ്രൂപ്പ് സ്റ്റേജ് പോളണ്ട്, ഡെൻമാർക്ക്, സെർബിയാണ്. എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇതൊരു അടിപൊളി ഇതാട്ടോ. മീൻസ് ഈ ഗ്രൂപ്പ് ജോർജിയ, തുർക്കി, ബെൽജിയം, ഫ്രാൻസ്, എന്താണ് റോമേ അങ്ങനെ പറഞ്ഞിട്ടുള്ള രാജ്യം. നെതർലാൻഡ്സ്, ഹംഗറി, നാഷസ് മറ്റേ എന്താ രാജ്യം, ജർമ്മനി, യുക്രൈൻ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ, സ്കോട്ട്ലാൻഡ്, ഓസ്ട്രിയ, അൽബേനിയ. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഇത് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് കളി ഒന്ന് കളിക്കാം. കുറച്ചല്ലേ എത്ര രീതിയിൽ കളിക്കാൻ അറിയില്ല. ഓക്കെ, കാണാനുള്ള രസമുണ്ട്. തീം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ യൂറോ 2024 ഈ തീം അടിപൊളിയാണ്. എനിക്ക് വളരെ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇന്നാണ് ഈ അപ്ഡേറ്റ് വന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ഒറിജിനലി ഇന്നാണ് കണ്ടത് ഇത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ മാൻ, സ്റ്റേഡിയം ഇതൊക്കെ സെറ്റാണല്ലോ. യെസ്, പൊളിച്ചിട്ടുണ്ട്, സെറ്റാണല്ലോ. കളിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പോർച്ചുഗൽ കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഹീറോ എടുക്കാം. പിന്നെ ഇപ്രാവശ്യത്തെ ഹീറോ ആരെടുക്കുന്നു പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. നമ്മൾ റൊണാൾഡോ ഇതിൽ കുറച്ച് കറുത്തിട്ടാണല്ലോ അല്ലേ? റൊണാൾഡോ റൊണാൾഡോ ഓ ശേ, എനിക്ക് കളിക്കാം. ഞാൻ കുറേ ആയി കളിച്ചിട്ട് FC24. അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കളിക്കാറില്ല. പാക്ക് ഓപ്പൺ ചെയ്യാറുണ്ട്, പക്ഷേ അങ്ങനെ കളിക്കാറില്ല. ഓക്കെ, ഇതിലേക്ക് തന്നെ വരാം. കരാഗർ, റൈസ്, സ്റ്റോൺസ്, ഇംഗ്ലണ്ടിന് എന്തായാലും കുറച്ച് ഇതാണ്. ഞാൻ പിന്നെ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. നമുക്ക് ബിഗിനർ, എന്താണ് വേൾഡ് ക്ലാസ്, പ്രൊഫഷണൽ അങ്ങനെ ഓരോന്നുണ്ടല്ലോ. അതിൽ വേൾഡ് ക്ലാസ് ആണ്, മീൻസ് സെക്കൻഡ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളതാണ്. അതടുത്ത് മീൻസ് കുറച്ചും കൂടി നമുക്ക് കളിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ. ഈസിയായിട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കളിക്കാനും അറിയില്ല ഒറിജിനൽ. എന്നാലും നമ്മൾ നോക്കുകയാണ്. റൊണാൾഡോക്ക് നമുക്ക് ലാസ്റ്റ് ഹീറോ അല്ലേ, എങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കണം. ഇതെന്താ ഞാൻ കാട്ടണം? ബെർണാർഡോ യെസ്, ആ റാഫാലിയാൻ്റെ ഒരു വോളി ഗോള് സീൻ മോനെ അടിപൊളിയായിട്ടുണ്ട്. റാഫാലിയാൻ്റെ ഒരു സീൻ ഫസ്റ്റ് ബെർണർ ട്രൈ ചെയ്തു, പക്ഷേ റാഫാലിയോ കറക്റ്റ് തന്നെ ഗോൾ പോസ്റ്റിനുള്ളിൽ കിട്ടും സീൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ പോർച്ചുഗലിന് വേണ്ടി അടിച്ചിരിക്കുന്നത് റാഫാലിയോ. റൊണാൾഡോ അടിക്ക്. പക്ഷേ മെഗ്വയർ തോന്നുന്നുണ്ട് കേട്ടോ അത്. പക്ഷെ മെഗ്വയർ പ്രാവശ്യത്തെ ഹീറോ ആയിട്ടില്ലല്ലോ. മെഗ്വയറും ഗ്രീലിഷും മാഡിസണും അവരൊക്കെ ഔട്ടാണല്ലേ ഒറിജിനലി. ഈ ഹീറോയിൽ ഔട്ടാണ് അവർ. പിന്നെ ഇങ്ങനെ മെഗ്വയർ ഇതിൽ വന്ന് ഗെയിമല്ലേ, അപ്പം അതിലൊക്കെ അങ്ങനെ ഉണ്ടാവും. റൂബിൻ്റെ സ്കോഡാ പിടിക്കലാ, ഫോടം പോണ കണ്ടില്ലേ? എന്താ അവർ കാണിനി പെപ്പൊക്കെ. ഫോടനാണ് ഇതെടുക്കുന്നത്. പിടിക്കൂ. ആരാ ബെർണാർഡോ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഓടോ സ്പ്രിൻ്റ് അടിച്ചോടെ. റൊണാൾഡോ എങ്ങനെ മിസ് ചെയ്തടാ? റൊണാൾഡോ എങ്ങനെ മിസ് ചെയ്ത്? ഷേ, നല്ലൊരു ചാൻസ് ബെർണാർഡോ സിൽവ നല്ലൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് റൊണാൾഡോ മിസ് ചെയ്ത് കണ്ടില്ല. ഷേടാ, എങ്ങനെ എന്നാലും റൊണാൾഡോ മിസ് ചെയ്ത്? ഷേ, ബ്രൂണോ നേരെ റൊണാൾഡോ ബെർണാർഡോ ഓടി അയ്യോ. ബെർണാർഡോ മീൻസ് നല്ല രീതിയിൽ തന്നെ സ്കിൽ ചെയ്ത് കളിക്കുന്നുണ്ട് ഒറിജിനലി. അടിപൊളി. അതിൽ പന്തിട്ട് ഇവരെന്താണ് ഇംഗ്ലണ്ട് പ്ലെയേഴ്സ് കളിക്കാറിയില്ലേ? അയ്യോ, നമ്മൾ നേരെ ഫോർഡറിന് ഇട്ട് കൊടുത്ത്. എനിക്ക് രീതിയിൽ കുറച്ച് ടഫുണ്ട്. ഞാൻ കളിച്ചിട്ട് കുറേ ആയല്ലോ, അതുകൊണ്ട് കളിക്കാറില്ല എന്ന് തന്നെയാണ് ഒറിജിനലി.
എനിക്ക് എഫ് സിനോട് വലിയ ഇൻട്രസ്റ്റ് ആയി. പക്ഷേ ഇങ്ങനത്തെ ഓരോ ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് കളിക്കാൻ. ഓക്കെ, ബെല്ലിങ്ങാം 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 കാൽഗർ റാഫാലിയോൻ്റെ ആ ഒരു വോളി ഗോൾ തന്നെ ഇപ്പോൾ ഉള്ളൂ. ബൊളീനി നല്ലൊരു പാസ്. പക്ഷേ ഇംഗ്ലണ്ട് ഡിഫൻസ് അവിടെ ഫുൾ അവനെ നോക്കിക്കായിരുന്നു. ഓ മാൻ റൊണാൾഡോ, ഈടാ മോനെ സീനായിട്ടുണ്ട് റൊണാൾഡോൻ്റെ ആ ഒരു ഗോള്. ഫസ്റ്റത്തെ കളി റൊണാൾഡോ ഗോൾ അടിച്ചിരിക്കുകയാണ്. ആ പാസ് അസിസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റൊണാൾഡോ അത് കറക്റ്റ് തന്നെ ഉള്ളിൽ കണ്ടിട്ടു. മോനെ സീൻ അടിപൊളി. റൊണാൾഡോ സീനല്ലേ തന്നെ, ഈ ബെസ്റ്റ് പ്ലെയർ അല്ലേ. പക്ഷെ ഇന്ത്യക്ക് ഒറിജിനലി മെസ്സിനാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് ഇവർ രണ്ടുപേരെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പ്ലെയേഴ്സാണ്. രണ്ടുപേരും മികച്ച പ്ലെയേഴ്സാണ്. നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്രാവശ്യം യൂറോ 2024 പോർച്ചുഗൽ എടുക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണ്? വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ. ഇതെന്താ ഞാൻ ഒറിജിനൽ പാസ് ഇട്ടത്, എന്താ സംഭവിച്ച്? പക്ഷേ ഓ മാൻ റൊണാൾഡോ കയറിയോ? കുഴപ്പമില്ല, ഗോൺസാലോ റാമോസ് ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ഇത് കുഴപ്പമില്ല, അവൻ കുറച്ച് നേരം കളിച്ചോട്ടെ. റഫാലിയോ ഗൺസാലോ ഓ ഒറ്റാവിയോ ബെർണാർഡോ ബെർണാർഡോ സീൻ. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ എതിരെ 3-0 തോപ്പിച്ചിരിക്കുന്നു. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കളി സോൾവേനിൻ്റെ ഒപ്പമാണ്. ഞാൻ വെറുതെ ഇങ്ങനെ കളി കാണിക്കുന്നില്ല, നമുക്ക് സ്കോറൊക്കെ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. മീൻസ് കളി ഇങ്ങനെ കാണിച്ച് നമുക്ക് വീഡിയോ വെറുതെ ലോങ് ആവും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ കളീൻ്റെ ഇത് നോക്കാം, ഇങ്ങനെയുണ്ട് ഇവർ കളിക്കാന്നൊക്കെ നോക്കാം. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ സ്ലോവേനിയനും അങ്ങനെ 3-0 തന്നെയാണ് തോപ്പിച്ചിട്ടുള്ളത്. ഓക്കെ സെറ്റ് 3-0 ഓടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളി 3-0 ഇംഗ്ലണ്ടിനെതിരെ, സ്ലോവേനിയൻ്റെ എതിരെ 3-0. നമുക്ക് അടുത്ത കളി പറഞ്ഞത് നോക്കാം. ക്രൊവേഷ്യ നമ്മൾ ക്രൊവേഷ്യൻ്റെ എതിരെ എങ്ങനെ കളിക്കുന്നൊക്കെ നോക്കാം. ഒറിജിനലി ക്രൊവേഷ്യ അത്യാവശ്യം നല്ല അടിപൊളി ടീമാണ്. ഒറിജിനലായിട്ട് ഇപ്പോൾ ഒരു പോർച്ചുഗൽ ക്രൊവേഷ്യയുടെ കളി കാണുന്നു. 2-1 പോർച്ചുഗൽ തോറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ എന്ത് നടക്കും നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ഈ കളി കൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കളി തീർന്നപ്പോൾ 1-1. നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റിയില്ല. ക്രൊവേഷ്യൻ്റെ ഇതിൽ നമുക്ക് സമനില പിടിക്കാനേ പറ്റുള്ളൂ. ഏകദേശം എന്തായാലും നമ്മൾ റൗണ്ട് ഓഫ് 16 കയറിയിട്ടുണ്ടാവും. അതെ, നമ്മൾ റൗണ്ട് ഓഫ് 16 കയറിയിട്ടുണ്ട് പോർച്ചുഗൽ. നമുക്ക് റൗണ്ട് ഓഫ് 16 ഫേസ് ചെയ്യേണ്ടത് അൽബേനിയനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അൽബേനിയൻ്റെ എതിരെ കളിക്കാം. അൽബേനിയ അത്യാവശ്യം ചെറിയ ടീം, തോപ്പിക്കാമെന്ന് തോന്നി. നമുക്ക് സിമ്പിളായിട്ട് ജയിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും തോന്നുന്നു നമുക്ക് പോർച്ചുഗൽ അൽബേനിയ നോക്കുമ്പോൾ പോർച്ചുഗൽ ജയിക്കാൻ വളരെ കൂടുതൽ ചാൻസാണ്. നമുക്ക് കളി തോക്കാൻ പാടില്ല. ചാമ്പ്യൻസ് ലീഗ് അല്ല, സെക്കൻഡ് ലെഗ് ഉണ്ടാവില്ല. നമുക്കിത് എന്തായാലും പെട്ടെന്ന് തന്നെ അവർ അടിച്ചിരണം. ഓക്കെ, ക്രിസ്ത്യാനോ എന്നൊരു സെക്കൻഡ് ജേഴ്സിയാണ്. റൊണാൾഡോ മാൻ ബ്രൂണോൻ്റെ ഫസ്റ്റത്തെ ഗോളാണ് ഈ യൂറോയിൽ. ഇപ്പോൾ മീൻസ് ഈ ഇതിൽ 2024 യൂറോയിൽ ഫസ്റ്റത്തെ ഗോൾ. ഓക്കെ മാൻ, അടിപൊളി പെട്ടെന്നുള്ളൊരു ഗോളായിരുന്നു. ബ്രൂണോൻ്റെ കാൽക്കുട്ടേ ഇവിടെ ബാർമ തട്ടിയിട്ടേ കയറിയ, ശബ്ദം കേട്ടില്ലേ, ബാർമ തട്ടിയിട്ടേ കയറിയത്. 1-0 സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് ഒരു റൊണാൾഡോ അവരുണ്ട് ഓടി പോയി വരന്നിട്ട് അവരുടെ വന്നിട്ടേ പെട്ടെന്ന് ബെർണാർഡോക്ക് പാസ് ഇട്ട് കൊടുത്തു. ബെർണാർഡോ ഓടി കിട്ടും. ഇതെന്താ ഈ പ്ലെയേഴ്സിനൊന്നും തീരെ സ്പീഡില്ലാത്തത്. ഓക്കെ, ഒറ്റാവിയോ ബെർണാർഡോൻ്റെ നല്ലൊരു അറ്റാക്ക് നമ്മൾ കണ്ടു. അവിടെ സീനായിരുന്നു. ഒറ്റാവിയോൻ്റെ ഒരു ഇതോട്ട് പറയാം. ഒറ്റാവിയോ നല്ല രീതിയിൽ പാസ്. പക്ഷെ ഞാൻ ഒറിജിനലി പാസിലാണ് നോക്കിയത്, റൊണാൾഡോക്ക് ആയിരുന്നു. എന്തിങ്ങനെ കിട്ടിയത്
പവർ ഷൂട്ട് ചെയ്താത്ത പ്രശ്നം അടക്കം ഇങ്ങനെ പുറത്തേക്ക്. റൂബൻ, യെസ്, ബ്രൂണോ, റാഫാലിയോ, ഒറ്റാവിയോ സിയും നിന്ന് ഗോളടിച്ചു. ബ്രൂണോ ഒറ്റാവിയോ ഗോൾ കളിച്ച് ഫസ്റ്റ് മിനിറ്റ് ഒറ്റാവിയോ റീബൗണ്ട് ഒറ്റടി ഗോൾ. അപ്പോൾ 2-0 അൽബേനിയൻ്റെ എതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ. പോർച്ചുഗൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കളിക്കുന്നത്. പൽഹിനിക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. റൊണാൾഡോ ഫ്രീ, ബെർണാർഡോക്കാണ് കിട്ടിയത്. 3-0 അങ്ങനെ സീനായിട്ടുണ്ടല്ലോ. ബെർണാർഡോ 3-0 അൽബേനിയനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോർച്ചുഗൽ. റൊണാൾഡോ ഫ്രീ ആയിരുന്നു. പക്ഷേ അൽബേനിയൻ ഡിഫൻഡ് അത് വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. റൂബൻ ഡിയാസ് പിടിക്കടാ മാൻ. അയ്യോ എന്താ പന്തിരിക്കായിരുന്നു. അൽബേനിയ നമ്മുടെ ഇതിൽ ഗോളടിച്ചു. അതെന്താണ് അവിടുന്ന് റൂബൻ ഡിയാസിൻ്റെ ഒരാളോട്ടും കാട്ടിയത് ഒറിജിനലി. കുഴപ്പമില്ല, ഇപ്പം തന്നെ ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഒന്നും പോകും. നോക്കിക്കോ, എന്തുവാടെ പറഞ്ഞതുള്ളൂ. അപ്പോൾ തന്നെ കൊണ്ടേ കളഞ്ഞു. കുഴപ്പമില്ല. 3-0 അല്ല, അൽബേനിയ ഒന്നടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് തന്നെ ഒരു പാസ് ഇട്ട് നല്ല മക്കളാണ്. റൊണാൾഡോ പക്ഷേ ഞാനീ പറഞ്ഞ കണ്ടില്ല. ഇസ്മാജി പൊടിക്കറ. ഒരു അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ ബെർണാർഡോൻ്റെ ഒക്കെ. ഞാനത് കുറച്ചും കൂടെ ഹൈറ്റ് പോകുന്ന വിചാരിച്ചു. ഇങ്ങനത്തെ പവർ ഷൂട്ട് കൂടുതൽ ഇതാണ് വരിക. പക്ഷേ ബെർണാർഡോ കറക്റ്റ് അടിച്ചു. പക്ഷേ ജസ്റ്റ് മിസ് കേട്ടോ ഒറിജിനലി. ഓക്കെ, ബ്രൂണോ ബെർണാർഡോ. അയ്യോ, ഞാൻ അങ്ങനെ തനിക്കാലടിച്ച് ഒറ്റായിട്ട് ജോ നേവസ് നിൽക്കുകയാണ്. അയ്യോ, റൊണാൾഡോ എന്താ റൊണാൾഡോ ഈ സ്കില്ല് റൊണാൾഡോനെ കിട്ടൂടെ? പക്ഷേ ഈ സ്കില്ല് എന്താണെന്നറിയ പ്രശ്നം. ഇടയ്ക്ക് റൊണാൾഡോ ചെയ്യുമ്പോൾ അത് ഏതൊരു പ്ലെയർക്ക് കിട്ടണം. ഇവൻ്റെ ഈ റെയിൻബോ കാരണം ബോൾ വളരെ നല്ല രീതിയിൽ തന്നെ മിസ്സാവുന്നുണ്ട്. ഓക്കെ, ബിരിയാണിയോ എന്താ പെപ്പെ, ബെർണാർഡോ സിൽവ, റൊണാൾഡോ എന്താ പന്ത് ഇവരെന്ത് പന്ത് ഇങ്ങനെ ദൂരത്തേക്ക് വന്നാലും പിന്നെ ഓടിയെടുക്കാൻ കഴിഞ്ഞില്ല. റൊണാൾഡോ എടാ, എങ്ങനെയാണ് ഇവരൊക്കെ മിസ് ചെയ്യണേ? എങ്ങനെയാടാ അവർ മിസ് ചെയ്ത്? റൊണാൾഡോ നല്ല റൺ ചെയ്തിട്ട് വന്ന് കൊടുത്ത പന്താ. ജോ നേവസ് കാട്ടിയ പണിയുണ്ടോ? കുഴപ്പമില്ല, ജോ നേവസ് കളിക്കുക നിന്നോണ്ടൊക്കെ പറ്റും. ഞാൻ ജോ നേവസിൻ്റെ സ്കില്ല് കൂടുന്നുണ്ടോ? റാഫാലിയോ again എന്താ കളി. കുഴപ്പമില്ല, ഈ കളി എന്തായാലും ഉറപ്പായി ജയിച്ചു. നമ്മളെന്തായാലും ഒരു ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൺസാലോ റാമോസ് അങ്ങനെ ഗോൺസാലോ റാമോസും ഗോൾ അടിച്ചിട്ടുണ്ട്. 5-1 നമ്മുടെ വിക്കറ്റ് ഇപ്പോൾ 5-1 സീൻ കളി ബൈ പോർച്ചുഗൽ പ്ലെയേഴ്സ്. അൽബേനിയ അങ്ങനെ അവിടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ബെൽജിയം. ഒരു ടഫസ്റ്റ് ടീം തന്നെയാണ് ബെൽജിയം. ബെൽജിയത്തിൻ്റെ എതിരെ കൂടി കളിച്ചൊക്കെ ബെൽജിയത്തിൻ്റെ എതിരെ എങ്ങനെയായിരിക്കും എന്നറിയാം. ക്വാർട്ടർ ഫൈനലാണ്. ജയിക്കണം ബെൽജിയം. അവരുടെ അത്യാവശ്യം നല്ല അടിപൊളി പ്ലെയേഴ്സ് ഉണ്ട്. ഡിബ്രോയിൻ, ലുക്കാക്കു എല്ലാവരും ഉണ്ട്. ഡോക്കുവിൻ്റെ ഒക്കെ പന്തിറ്റാൽ പിന്നെ പണിയായിരിക്കും. നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് പോർച്ചുഗൽ തന്നെ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ സിമ്പിളായിട്ട് ജയിക്കാൻ നോക്കാം. സിമ്പിളായിരിക്കൂല, ഞാനും ജയിക്കാൻ നോക്കാം. ഓക്കെ, 4-3 ഹോൾഡിങ് ആണ്. മകൻ്റെ
അയ്യോ ഫസ്റ്റ് തന്നെ അവർ പന്ത് മിസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കൊടുത്തു. പക്ഷേ ഫൗളോ, ഇത്ര പെട്ടെന്ന് ഫൗളൊക്കെ. റൊണാൾഡോ 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 എടാ റൊണാൾഡോക്ക് എന്താടാ അവിടെ പറ്റി? അവൻ്റെ കാലിൽ എന്തോ ആയിട്ട് ഒരു ജില്ലയുടെ ഒറ്റാവിയോ നേരെ റാഫാലിയോ റൊണാൾഡോ. നമ്മളെന്തായാലും ഫസ്റ്റ് നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഒരു പന്തിറ്റ് ഞാൻ പറഞ്ഞു തോക്കേണ്ട ഒരു പന്തിറ്റ് പോയി കൊണ്ട് പന്ത് തിരിച്ചു കിട്ടുന്നില്ല. പിന്നെയുണ്ട് ദേവട്ടം പ്ലെയർ നമ്മൾക്ക് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കില്ലേ കളിക്ക്. കൊണ്ടേ കളഞ്ഞു ഈ റൊണാൾഡോ. ഞാൻ ഈ സ്കില്ല് ഇതാണെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. റൊണാൾഡോനോ ഓനായിരുന്നു വരികയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഈ പന്ത് കിട്ടി നമ്മൾ മിസ് ചെയ്യണം. അത് ഒറിജിനൽ പ്രശ്നം. നല്ല രീതിയിൽ നമ്മൾ മിസ് ചെയ്യണം. ട്രൊസാർഡ് ഓക്കെ എന്തായാലും അവിടെ നിന്നും പന്തെടുത്തിട്ടുണ്ട്. ഇനി റാഫാലിയോ ഓ ഞാൻ റാഫാലിയോ എന്തിന് നീ എങ്ങനെ ചെയ്തു? ക്വാർട്ടർ ഫൈനലിലാണ് അവൻ്റെ ഇങ്ങനത്തെ ഓരോ കളി. പക്ഷെ നല്ല രീതിയിൽ തന്നെ വന്നും ചെയ്തു. സ്പ്രിൻ്റ് അടിച്ചിട്ടാണ് അവൻ വന്നത്. ഒനാനോ ശരിടാ, ഒനാനോൻ്റെ ആ സ്റ്റോപ്പ് ഉണ്ടോ? എന്ത് രീതിയിലാണ് സ്റ്റോപ്പ് ചെയ്ത്? 43 മിനിറ്റായി. നോ എനി ഗോൾസ്. ബ്രൂണോ എന്താടാ കാട്ടിയത്? ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ 0-0. ടഫുണ്ട് കളി ഒറിജിനലി. പോർച്ചുഗലിലേക്ക് ജയിക്കാൻ ബെർണാഡോ സിൽവക്ക് ഒറിജിനൽ കളിയിൽ പന്ത് കിട്ടിയില്ല എന്നുണ്ട്. കിട്ടിയ ഒരു പോക്കാണ് ഇപ്പോൾ. എന്താ രീതിയിൽ ക്രോസ് എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. ഒറിജിനലി ഞാൻ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ക്രോസിന് ഞാൻ അതിലുള്ള മാതിരിയാണ് ചെയ്യുന്നത്. റൊണാൾഡോൻ്റെ ഒരു പവർ ഷോട്ട്. ആരെ ഗോളി പെപ്പയ്ക്ക് പന്ത് എന്തുവാടാ കാട്ടുന്നത്? അതും ബാക്ക് മീൻസ് കുറച്ചും കൂടി അടുത്തേക്ക് ഇട്ടിട്ട് കോർണർ പാസ് ഇട്ട് വരുന്നുണ്ട്. റൊണാൾഡോ റാഫാലിയോ പെനാൾട്ടിടാ. എന്താണ് എന്തുവാടാ ലുക്കാക്കൂ ഒറിജിനലി എന്താണ് സംഭവിക്കുന്നത്? ഡോക്കു സമയം ഫാസ്റ്റായിട്ട് തന്നെയാണ് പോണത്. നോ എനി ഗോൾസ്. രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ കളിക്കണത്. കുഴപ്പമില്ല സിമ്പിളായിട്ട് കളിക്കാം. ബെർണാഡോ സിൽവയുണ്ട്. നമുക്ക് ഈ ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ? ബെർണാഡോ 72-ാം മിനിറ്റിൽ ഗോൾ അടിച്ചിരിക്കുകയാണ്. ബെർണാഡോയിൽ പന്ത് കിട്ടിയാൽ സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ബെർണാഡോ എന്ത് നല്ല രീതിയിൽ ഓടിയിട്ട് ആരും ഗോൾ സിമ്പിളായിട്ട് തന്നെ ഇട്ടു. സെറ്റ് അങ്ങനെ കർവിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ബെർണാഡോൻ്റെ സെറ്റായിട്ടുള്ളൊരു ഗോളാണ്. സെറ്റ് കളിയായിരുന്നു പോർച്ചുഗൽ. ഓക്കെ, അടുത്ത കളി സ്പെയിൻ. ഇറ്റലി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും നമുക്ക് ഫൈനൽ വരിക. നമുക്ക് സെമി ഫൈനൽ അത് ജയിക്കാൻ നോക്കാം. നമുക്ക് നേരെ സ്പെയിനിൻ്റെ എതിരെ തന്നെ നമുക്ക് കളിക്കാം. ഓക്കെ, സെമി ഫൈനൽസ് അഗെയിൻസ്റ്റ് സ്പെയിൻ ഗൈസ്. അടിപൊളിയാണ്. ഒറിജിനലി ലാമിൻ യമാലൊക്കെ ഉണ്ട്. എന്താ കാട്ടുകയെന്നറിയില്ല. ബെൽജിയത്തിൻ്റെ എതിരെ നമ്മൾ വിചാരിച്ച ഒരു ഡോക്കും വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ലാമിൻ യമാൽ ഇറങ്ങിക്കണോ? ലാമിൻ യമാൽ ഫസ്റ്റ് 11 ഇല്ല. ഓക്കെ, ഫസ്റ്റ് 11 എന്തായാലും ഇല്ല ആള്. റൊണാൾഡോ റാഫാലിയോ പെട്ടെന്ന് തന്നെ കയറിയിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ സീനാണല്ലോ. ഓക്കെ ഗൈസ്, ഓക്കെ അപ്പോൾ കളി എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. റൊണാൾഡോ 2018 വേൾഡ് കപ്പിൽ
സ്പെയിനിനെതിരെ ഹാട്രിക് അടിച്ച പ്ലെയറാണ് റൊണാൾഡോ. ഈ റോഡ് എന്താ അവർ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നേരെ ക്രോസ് നേരെ പോയില്ലല്ലോ. പെഡ്രി നേരെ റോഡ്രിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഡിയാഗോ ഡാലോട്ട്, ഇറ്റ്സ് ബെർണാർഡോ, റൊണാൾഡോ മാൻ. ഓക്കെ, ഐസിൻ്റെ ഞാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കുകയാണ്, മാനേജർ ഉണ്ടാക്കി. ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് മാനേജ് ശബ്ദം ഉണ്ടാക്കുകയാണ്. ഡിസ്റ്റർബൻസ് ആവേണ്ടി ക്ഷമിക്കണം. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഗെയിമിംഗ് സെറ്റപ്പ് മറ്റൊന്നും ഇല്ലല്ലോ, നമ്മളൊരു ചെറിയൊരു യൂട്യൂബറാണ്. എന്തായാലും നമുക്ക് സ്പെയിൻ എന്തായാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ബെൽജിയത്തിനാട്ടിയും കളിക്കുന്നുണ്ട്. മീൻസ് നമുക്ക് നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ബെൽജിയം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ കുറച്ചും കൂടി നല്ല ആടുകയാണ്. റൊണാൾഡോ അല്ല, റാഫാജിയാണ്. പന്ത് 33 മിനിറ്റായി. പെപ്പെ മിക്കൽ മെറീനോ, ബ്രൂണോ ഫെർണാണ്ടസ്, നേരെ പക്ഷെ ആ ഒരു ത്രൂ പാസൊക്കെ ഇങ്ങനെ കൊളായി കൊണ്ടിരിക്കുകയാണ്. ഒറിജിനലി നല്ല രീതിയിൽ തന്നെ കൊളാവാണ്. റാഫാലിയോ, റൊണാൾഡോക്ക് പാസിടാൻ നോക്കിയപ്പോൾ കൊളായി. അതെ, ബഡ്ജറ്റിൻ്റെ മാതിരി തന്നെ 0-0 ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഞാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഇനിയും ബെർണാർഡോ, യെസ് മാൻ, കിട്ടിയോ ബെർണാർഡോ ഗോളടിക്കണം അല്ലെങ്കിൽ പാസ്. പെനാൾട്ടി വയസ്സത്ത് പെനാൾട്ടി അല്ലേ എടാ, പെനാൾട്ടിയാണ് ഇപ്പോൾ പോയത്. ഓക്കെ, ഒരു പെനാൾട്ടി അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. റൊണാൾഡോക്ക് കറക്റ്റ് ഇട്ട് കൊടുക്ക്. എടാ, റൊണാൾഡോൻ്റെ ഹെഡ് കണ്ടത് മനസ്സിലേടാ. പാസ് ഇട്ടത് കണ്ടല്ലേ. ആ ക്രോസ് അടിപൊളിയായിരുന്നു, ആ ഹെഡ് അടിപൊളിയായിരുന്നു. ഒറിജിനലി 2 സെറ്റ് ആയിരുന്നു. പക്ഷെ ഒറിജിനലി ബാറ് അത്. ഞാനത് ഗോളായി വിചാരിച്ചായിരുന്നു. പക്ഷെ ഈ ബാറ് ഇങ്ങനെ കാട്ടുന്ന വിചാരിച്ചു. എടാ എന്താണ് സ്പെയിനിന് ചാൻസ് കൊടുക്കില്ലടാ. ഇവർ ഇരുന്ന് വരയണു കിടന്നിട്ട് മിക്കൽ മെറീനോ. സ്പെയിൻ എങ്ങനെയെന്നല്ല, നല്ല പാസ് ചെയ്ത് അടിക്കാനുള്ള പ്ലെയേഴ്സല്ലേ. റാഫാലിയോ കൊടുക്കും. ഓഫ് സൈഡ് ആണ്. ഒറ്റാവിയോ കളിക്കട്ടെ. ഓക്കെ, ഒറ്റാവിയോ. എടാ എന്തുവാടാ പെഡ്രി, നേരമണം കളിച്ചൂടെ. ഞാൻ 80 മിനിറ്റായി. ഇറ്റ്സ് സ്റ്റിൽ 0-0. അറ്റാക്കിങ്ങിൽ എന്തെങ്കിലും ഇട്ട് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ അറ്റാക്കിങ്ങിൽ ഇട്ട് കളിക്കേണ്ടി വരും. കുറച്ചില്ല എടാ, ടൈം പോയോണ്ടിരിക്കുകയാണ്. ജോനേവസ് ബെർണാർഡോ. അയ്യോ റൂബൻ ഡിയാസ്. ഓക്കെ, എക്സ്ട്രാ ടൈമിലേക്ക് പോയിക്കാണ് ഇപ്പോൾ ഒറിജിനൽ ഗെയിം. ഞാൻ സെമി ഫൈനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയുണ്ട്. ബെർണാർഡോ ബോളിൻ്റെ പേരെന്താ? കറക്റ്റ് ക്രോസ്. പെപ്പ എന്താ കാട്ടുന്നത്? ബെർണാർഡോ എന്താ കാട്ടുന്നത്? മിക്കൽ മെറീനോ. പക്ഷെ ലാസ്റ്റ് മിച്ചായപ്പോൾ സ്പെയിന് നല്ല രീതിയിൽ അറ്റാക്കാണ്ട് ചെയ്തിട്ടു.
ഭാഗ്യത്തിന് റൂബൻ ഡിയാസ് അവിടെ റൂബൻ്റെ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടു. കറക്റ്റ് റൊണാൾഡോ കിട്ടി കൊടുത്ത് എടാ എന്താടാ ചേട്ടാ ഇത് പൈസ കൊടുത്തൊക്കെയാണ് സ്പെയിൻ ഒറിജിനൽ. ഞങ്ങൾക്കൊരു നല്ല ചാൻസ് ഇട്ട് പോയി കാട്ടിയ പണി നോക്ക്. ഇല്ല എന്തൊരു തേങ്ങയുടെ പോർച്ചുഗലൊരു പെനാൽറ്റി ഷൂട്ടോട്ട് പോയി പൊട്ടിയാൽ പണി ആകെ പോളൂ. ജോനേസ് സിൽവ ഗോൾ അടിച്ചു. മോനെ പോർത്തുഗൽ അങ്ങനെ ഫൈനലിലേക്ക് കയറുകയാണ്. ഫൈനൽ ബെർണാർഡോ ഈസ് ദ പ്ലെയർ ഓഫ് പോർച്ചുഗൽ മാൻ. അടിപൊളി സെറ്റായിട്ടുള്ള കളിയാണിപ്പോൾ. എന്തായാലും ബെർണാർഡോ ചെയ്യണത്. അങ്ങനെ ഫൈനൽ അഗെയിൻസ്റ്റ് ഇറ്റലി. നമുക്ക് ലൈനപ്പിലൊരു ചെറിയൊരു വ്യത്യാസം ചെയ്യാൻ നമുക്ക് ക്യാപ്റ്റൻ ആക്കേണ്ടത്. ഇപ്പോൾ ക്യാപ്റ്റൻ റൂൾസിന് നമുക്ക് ക്യാപ്റ്റൻ റൊണാൾഡോനെ വെക്കണം. ഓക്കെ നമുക്ക് റൊണാൾഡോ എവിടെ? റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ ഷോർട്ട് ഫ്രീ കിക്ക് നമുക്ക് നിന്നോട്ടെ. അല്ല ലോങ് ഫ്രീക്ക് ബ്രൂണോ നിന്നോട്ടെ. ഷോർട്ട് ഫ്രീ കിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കട്ടെ. ലോങ് ഫ്രീ കിക്ക് ബ്രൂണോ. ലെഫ്റ്റ് റൈറ്റ് പെനാൽറ്റീസ് ബ്രൂണോ വേണ്ട, റൊണാൾഡോ തന്നെ നിൽക്കട്ടെ. ഓക്കെ ഇപ്പോൾ റൂൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലാണ്. ഫൈനൽ അഗെയിൻസ്റ്റ് ഇറ്റലി. ഓക്കെ ഇറ്റലീൻ്റെ ചെറിയൊരു ഫൈനലാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത്. ഇത് ജയിക്കാൻ പറ്റുമോ ഇല്ലേന്നൊന്നും അറിയില്ല, പക്ഷേ പറ്റുമെന്നൊക്കെ ഒരു വിചാരമുണ്ട് ഗൈസ്. കാരണം ഇപ്പോൾ പോർച്ചുഗൽ കാരണം ബെർണാർഡോ സിൽവ ഉള്ളത്തോടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ 2 കളി നമ്മൾ കണ്ടുണ്ട്. ഇതൊരു സ്റ്റേഡിയം വ്യത്യാസം കേട്ടോ. കഴിഞ്ഞിലൊക്കെ സ്റ്റേഡിയമൊക്കെ ഒന്ന് തന്നെയായിരുന്നു. ഇറ്റലി പക്ഷേ ഞാൻ വെറുതെ അടിച്ചിട്ടു. ഒരു ഫൈനൽ ഫുള്ള് ഇതിൽ കാണാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂറോ 2020 വിന്നേഴ്സാണ് ഇപ്പോൾ ഓൺലൈനിൽ കളിക്കുന്നത്. അതിൻ്റെ മുന്നത്തെ യൂറോൻ്റെ വിന്നേഴ്സും കളിക്കും. പലഹീനി അവിടെ സ്ലിപ്പായിപ്പോയി. പക്ഷേ എടാ കൊടുത്തല്ലടാ ചാൻസ്. ശരി എന്നാ ഇറ്റലിൻ്റെ പന്ത് കിട്ടിയപ്പോൾ പിന്നെ കിട്ടണില്ല. ഒറിജിനൽ മീൻസ് അവരെന്നെയാണ് ടച്ച് ഇട്ടത്. ഓക്കെ ബെർണാർഡോ ഫൈനലിനെ കുറിച്ച് നല്ല പണിയുണ്ട്. ഇറ്റലി വമ്പൻ കളിയാണല്ലോ. കറക്റ്റ് റൊണാൾഡോ കൊടുക്ക്. റൊണാൾഡോ സീൻ ഇറ്റാവിയ നല്ലൊരു നമ്മൾ പാസ് നല്ല രീതിയിൽ ഇട്ട് കളിക്കാൻ നോക്കി. ഞാൻ എന്താണ് കാട്ടി അർജൻറ്റി. ഞാനത് പവർ ഷോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയത്, പക്ഷേ ഈ പൊട്ടൻ ചിപ്പ് ചെയ്തു. റൊണാൾഡോ ഫൗള്, അവർക്ക് ഫൗള്. ഒരു ഫ്രീക്ക് കിട്ടിയാൽ മോനെ അടിച്ചിടും റൊണാൾഡോ ഗോളിൻ്റെ ഉള്ളിലേക്ക്. റൊണാൾഡോനാണ്ട് ഇതിലേക്ക് മീൻസ് ഈ ഒരു ഞാൻ ഇപ്പോൾ കളിച്ചതിൽ എനിക്കിപ്പോൾ പോർച്ചുഗൽ അടിപൊളിയായിട്ട് തോന്നുന്നത് അർജൻറ്റി ബെർണാർഡോയാണ്. മീൻസ് ഞാൻ ഇപ്പോൾ കളിച്ചത് എനിക്ക് പിന്നെ റൊണാൾഡോ ഇപ്പോൾ വയസ്സായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള ഈ ഒരു ഗെയിമിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കൊടുക്കടാ. പക്ഷേ റൊണാൾഡോ എന്തിനാ അവിടെ നിന്ന് ബാക്ക് ചെയ്തു? ഞാനത് പന്ത് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. മീൻസ്
ഞാൻ മുന്നിക്ക് പോയിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചു. എങ്ങനെയാണത് അവർക്ക് ഫോളോ ആവുക? പക്ഷേ ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ ഹാഫ് ടൈം 0-0 ഫൈനലാണ് ഗൈസ്. എന്താ സംഭവിക്കുമെന്നൊന്നും അറിയില്ല. വരില്ല സ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലെയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഇതാവും, ഡൗൺ ആവും. സ്കിൽ ഇട്ടിട്ട് പോവാം. ഓ ബെർണാർഡോ റൂബൻ ഡിയാസ് പിടിച്ചു. അടിപൊളി. റൊണാൾഡോക്ക് കറ്റിട്ടെടുക്ക്. റൊണാൾഡോ റഫാലിയ റൊണാൾഡോ നല്ല രീതിയിലൊരു പാസ് കളിച്ചു. ആൻഡ് ഫൈനലത്തെ ഗോള് ക്രിസ്ത്യാനോ റൊണാൾഡോ കണ്ടോ? നമ്മൾ മെല്ലെ ഇട്ട് കളിച്ചിട്ട് ഹാഫ് ഒരു ത്രൂ പാസ്. റൊണാൾഡോ 1 ടച്ച് ഗോൾ. ഞാൻ ഫൈനലിപ്പോൾ 1-0 ഇറ്റലിൻ്റെ എതിരെ. റൊണാൾഡോ ഏകദേശം ഉറപ്പായിട്ടുണ്ട്, വിജയം ഉറപ്പിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ FC 2024 winner is പോർച്ചുഗൽ. ഇതെന്തായാലും റിയൽ ലൈഫിൽ നടക്കട്ടെ. അങ്ങനെ പോർച്ചുഗൽ ജയിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരാണ് യൂറോ 2024 ജയിക്കാൻ വേണ്ടി പോണത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അനിമേഷനൊക്കെ സെറ്റാണ് കേട്ടോ. ചാമ്പ്യൻ പോർച്ചുഗൽ. അത് ഞാൻ റിപ്ലൈ ചെയ്ത് ഇതിന് കാണാൻ വേണ്ടിയെടുത്ത. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല ലോങ്ങുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.